അതേ പ്രയോഗം തന്നെയാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ കാണുമ്പോ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, മോനെ നിനക്ക് നല്ല ഒരു ലക്ഷണം കാണുന്നുണ്ട്. ഫഖാല ശാഫിഈ, അപ്പോൾ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതേ അവിടുത്തെയുടെ പ്രാർത്ഥന വേണേ. എന്നിട്ട് മാലിക് ഇമാം തങ്ങൾ പറയുന്നതാണ്, ഇദാ കാന ഗദൻ തജീഉ വയജീഉ മൻ യഖറഉ ലക്കൽ മുവത്ത. മോനെ നാളെ രാവിലെ വരുമ്പോ മുവത്തവും കൊണ്ട് ഓതാൻ വന്നോ, ആ മുവത്ത വായിച്ചു തരാൻ ഒരാളെയും കൂട്ടിക്കോ. ഉടനെ ബഹുമാനപ്പെട്ട ഷാഫി ഇമാം തങ്ങൾ പറയുകയാണ്, ഇന്നി അഖറഉഹു ലാഹിറാ. ബഹുമാനപ്പെട്ട ഷാഫി ഇമാം തങ്ങൾ പറയുന്നു, തൽക്കാലം എനിക്ക് വായിച്ചു തരാൻ ഒരാളുടെ ആവശ്യമില്ല, ഞാൻ മനപ്പാടമാക്കിയ ആളാണ്. അഖറഉ മിൻ ദഹ്രിൽ ഖൽബി, ഞാൻ എൻ്റെ മനപ്പാടത്തിൽ നിന്ന് വായിച്ചോളാം. ഞാൻ അവിടുന്ന് മുവത്ത കാണാതെ പഠിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ചെറിയ പ്രായക്കാരനായ ബഹുമാനപ്പെട്ട ഷാഫി ഇമാം തങ്ങൾ അതിനിടയിൽ മുവത്ത എന്ന മാലിക് ഇമാം തങ്ങളുടെ കിതാബ് കാണാതെ പഠിച്ചതിൽ ആശ്ചര്യജനകമായി പിറ്റേന്ന് രാവിലെ വരാൻ പറയുമ്പോൾ ഫഗദൗതു ഇലൈഹി ഫബതദഉതു ഫകുല്ലമാ തഹയ്യബതു മാലികാ, ഞാൻ അവിടുന്ന് മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ നിന്ന് പരിശുദ്ധമായ മുവത്ത അങ്ങ് വായിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മാലിക് ഇമാം റളിയല്ലാഹു അൻഹു അഅജബഹു ഹുസ്നു ഖിറാഅതി വഇറാബി, എൻ്റെ പാരായണത്തിൻ്റെ സൗന്ദര്യവും എൻ്റെ പ്രയോഗത്തിൻ്റെ സൂക്ഷ്മതയും എൻ്റെ അക്ഷരപ്പിശകില്ലായ്മയും എല്ലാം ബഹുമാനപ്പെട്ട മാലിക് ഇമാം തങ്ങളെ അത്ഭുതപ്പെടുത്തി. എന്നിട്ടിടയിൽ വെച്ച് എന്നോട് നിർത്താൻ പറഞ്ഞു, പഴയ ഹദീസ് ഒന്നുകൂടി പറയാൻ പറഞ്ഞു. അപ്പൊ ഞാനത് കൃത്യമായി പറഞ്ഞു കൊടുത്തു. പിന്നെ എന്നോട് ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു, പിന്നെയും വായിക്കാൻ പറഞ്ഞു. അങ്ങനെ ഓരോന്നും ഇടയിൽ ചോദിച്ചിട്ടും അള്ളാഹു തന്ന അനുഗ്രഹം കൊണ്ട് മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മുവത്ത മുഴുവനും കാണാതെ അവിടുത്തെയുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് കുറഞ്ഞ ദിവസം കൊണ്ട് അവിടുന്ന് മുഴുവനും പാരായണം ചെയ്ത് അവിടുത്തെയുടെ അനുമതി വാങ്ങുന്നു. മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മുവത്ത മഹാനവറുകൾക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കുന്നു. ഹദീസിന്റെ വിജ്ഞാനത്തിൽ രണ്ടു തരം പഠനമുണ്ട്. ഒന്ന് ഉസ്താദിൽ നിന്ന് കേൾക്കുകയാണ്, രണ്ട് ഉസ്താദിനെ കേൾപ്പിച്ച് സമ്മതം വാങ്ങലാണ്. ഇവിടെ ഉസ്താദിൽ നിന്ന് കേൾക്കുകയും അതോടൊപ്പം തന്നെ ഉസ്താദിന് കേൾപ്പിച്ചിട്ട് സമ്മതം വാങ്ങുകയും ചെയ്തു. ഖിറാഅത്തുഹു അലൈഹി, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു മാലിക് ഇമാം തങ്ങൾക്ക് കേൾപ്പിച്ചു കൊടുത്തിട്ട് സമ്മതം വാങ്ങി. ഇങ്ങനെ രണ്ടു നിലയിലും പഠനം റെഡിയാക്കിയപ്പോൾ ആദ്യ ദിവസത്തെ ഒരു സംഭവം ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പഠനകാലത്ത് സാമ്പത്തികമായി വളരെ ദാരിദ്ര്യം അനുഭവപ്പെട്ടിട്ട് അവിടുന്ന് നോട്ട് എഴുതാനുള്ള കടലാസ് വാങ്ങാൻ പോലും കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ പ്രയാസപ്പെട്ട് എല്ലിൻ്റെയും അതുപോലെ കിട്ടുന്ന അവശിഷ്ടങ്ങളുടെയും ഒക്കെ മേലെ എഴുതി. എന്നിട്ട് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ നോട്ട് ചെയ്ത എല്ലുകൊണ്ട് എൻ്റെ വീട്ടിലെ ഒരു മുറി നിറഞ്ഞുപോയി. അങ്ങനെ വിജ്ഞാനകാലത്ത് അധ്വാനിച്ച ഷാഫി ഇമാം തങ്ങൾ മദീനയിൽ ചെന്ന് ആദ്യത്തെ ദിവസം മാലിക് ഇമാം തങ്ങളുടെ ദർസിൽ കൂടുകയാണ്. എല്ലാവരും പെന്നും കടലാസും കൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ മാലിക് ഇമാം തങ്ങൾ തുപ്പുനീരുകൊണ്ട് കൈവെള്ളയിൽ എഴുതുന്നു. ദർസ് കഴിഞ്ഞപ്പോൾ ഉസ്താദ് ചോദിക്കുകയാണ്, മോനെ നിന്നിൽ നിന്ന് ചെറിയ ഒരു മിസ്റ്റേക്ക് ഞാൻ കണ്ടല്ലോ, എന്തിനാണ് ഈ തുപ്പുനീരുകൊണ്ട് കൈവെള്ളയിൽ എഴുതുന്നത്? ഉസ്താദേ, ഞാൻ ഹദീസ് എഴുതിയതാണ്, എൻ്റെ കയ്യിൽ പെന്നും കടലാസും രേഖപ്പെടുത്താനില്ലാഞ്ഞിട്ട്
ഞാൻ അവിടുന്ന് ഹദീസുകൾ കൈവെള്ളയിൽ എഴുതിയതാണ്. അപ്പോഴാണ് മാലിക് ഇമാം തങ്ങളുടെ ചോദ്യം, മോനെ കൈവെള്ളയിൽ തുപ്പുനീര് കൊണ്ട് എഴുതിയിട്ട് നിനക്കെന്തു മനസ്സിലാകാനാണ്? അൽഹംദുലില്ലാഹ്, ഇന്നവിടുന്ന് പറഞ്ഞ 40 ഹദീസും ഞാൻ പഠിച്ചു കഴിഞ്ഞു, ഞാൻ മനപ്പാഠമാക്കി കഴിഞ്ഞു. എന്നാലൊന്ന് കേൾപ്പിച്ചതാ മോനെ. മാലിക് ഇമാം തങ്ങളുടെ മുമ്പിലിരുന്ന് ഷാഫി ഇമാം തങ്ങൾ 40 ഹദീസും പറയാൻ തുടങ്ങി. ആ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറു ശരീഫിന്റെ അടുക്കലിരുന്നിട്ടാണ് ദർസ്. ഇടയ്ക്ക് ഹദീസ് വായിക്കുമ്പോഴോ അൻ റസൂലുള്ളാഹി എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ മേലെ കൈവെക്കാറുണ്ട് ഇടയ്ക്ക് ഇമാം മാലിക് തങ്ങൾ. അപ്പൊ ഏതൊക്കെ ഹദീസ് വായിച്ചപ്പോഴാണോ റസൂലുള്ളാഹിന്റെ ഖബറു ശരീഫിന്റെ മേലെ മാലിക് ഇമാം തങ്ങൾ കൈവച്ചത്, ആ ഹദീസുകളെല്ലാം വായിക്കുന്ന സമയത്ത് ആ ഖബറിന്റെ മേലെ കൈവച്ചുകൊണ്ട് തന്നെ കൃത്യമായി ഹദീസ് മുഴുവൻ വായിച്ചു കൊടുത്തപ്പോൾ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ആശ്ചര്യത്തോടെ അഭിമാനത്തോടെ മകനെ കൊണ്ടുവരികയാണ്. മോനെ, നിന്നിൽ നല്ല ലക്ഷണം കാണുന്നു. ലക ശഅനുൻ അലാ ശഅൻ, മോൻ ഒരുപാട് ശുഭലക്ഷണങ്ങളുണ്ട്. പ്രതീക്ഷയുള്ള മോനാണ് മുഹമ്മദേ. ഇവിടെ 1-2 കാര്യങ്ങൾ എൻ്റെ സമുദായം ശ്രദ്ധിക്കണം. ബാല്യകാലത്തു തന്നെ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ അതിപ്രസരത്തിലൂടെ ആത്മീയ വിദ്യാഭ്യാസത്തെ മുഴുവനും ഹിംസിച്ചു കളയുന്ന പുതിയ സംസ്കാരത്തിൽ നിന്ന് മാറി എന്റെ മകൻ അല്ലാഹു തആല നല്ല തുളഞ്ഞ ബുദ്ധി നൽകിയിട്ടുണ്ട്. ആ ബുദ്ധി കൊണ്ട് അല്ലാഹുവിന്റെ കലാം പഠിക്കട്ടെ എന്ന് ചിന്തിക്കാൻ രക്ഷിതാക്കൾക്ക് കഴിയണം. ബുദ്ധിയുള്ള മോൻ എന്റേത് എഞ്ചിനീയർ ആകട്ടെ എന്നല്ല, ഓർമ്മശക്തിയുള്ള എൻ്റെ മകൻ ഡോക്ടർ ആകട്ടെ എന്നല്ല. അല്ലാഹു തആല അനുഗ്രഹമായി നൽകിയ എൻ്റെ മകന് നല്ല ഓർമ്മശക്തിയുണ്ട്, ബുദ്ധിയുണ്ട്. അവന്റെ ബുദ്ധിയിൽ അല്ലാഹുവിന്റെ കലാം കിടക്കട്ടെ. എന്റെ മകന് നല്ല പഠിക്കാനുള്ള യോഗ്യതയുണ്ട്, ശേഷിയുണ്ട്. അവൻ റസൂലുള്ളാഹിന്റെ ഹദീസ് അവന്റെ തലയിൽ കിടക്കട്ടെ. ലോകൈക ഗുരുവായ തിരുഹബീബ് തങ്ങളുടെ വിശുദ്ധ വചനങ്ങളും അവിടുത്തെയുടെ വിശദീകരണങ്ങളും എൻ്റെ മകന്റെ മസ്തിഷ്കത്തിലും അവന്റെ മെമ്മറിയിലും കൈകാര്യം ചെയ്യപ്പെടട്ടെ എന്ന ബോധമാണ് ഒരു മുസ്ലിം രക്ഷിതാവിന് വേണ്ടത്. അല്ലാതെ എൻ്റെ മകൻ നല്ലതുപോലെ പഠിക്കുന്നവനാണ്, അവനെ ദർസിൽ വിടുന്നില്ല, അവൻ കോളേജിൽ പോകട്ടെ എന്നല്ല. എൻ്റെ മകൻ നല്ല പഠന യോഗ്യതയുള്ളവനാണ്, അവൻ അല്ലാഹുവിൻ്റെ കലാം പഠിക്കട്ടെ എന്നൊന്ന് തീരുമാനിച്ചാൽ എന്നും നമുക്ക് അഭിമാനിക്കാം. അതല്ലേ ഈ കാലഘട്ടത്തിലുമുള്ള ആളുകൾ ഷാഫി ഇമാം തങ്ങളുടെ ഉമ്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്. കാരണം എന്താണ്? ഷാഫി ഇമാമിന്റെ ഉമ്മ വാപ്പയില്ല, അഥവാ ഭർത്താവ് മരണപ്പെട്ടു പോയി. ഈ മകനെ കൊണ്ട് പോറ്റിയിട്ട് കുടുംബം നടത്താൻ വേണമെങ്കിൽ അങ്ങനെ ആലോചിച്ചില്ല. മോനെ, മോൻ പോയി അവിടുന്ന് പഠിച്ച് നന്നാകണമെന്ന് പറഞ്ഞ് ബാല്യകാലത്തിലെ കഷ്ടപ്പാടിന്റെ ഇടയിലും മോനെ ഓതാൻ വിട്ട ഉമ്മാക്ക് വേണ്ടി ആധുനിക ചരിത്രകാരന്മാര് പോലും പ്രാർത്ഥന രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഇമാമുന ശഫഈ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവിൽ നിന്ന് പാഠം പഠിക്കണം. ഇന്ന് നമ്മുടെ മക്കളൊന്നും ആത്മീയ വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരുന്നില്ല. നമുക്ക് സ്റ്റാറ്റസ് കുറവായി തോന്നുകയാണ്. എന്നാൽ ഷാഫി ഇമാം തങ്ങൾ 1100 പരം കൊല്ലം മുമ്പ്, 1300ഓളം കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന മഹാനാണ്. ആ ഷാഫി ഇമാമിനെ ഇന്നിവിടെ ചർച്ച ചെയ്യാനുള്ള കാരണം ഒരു ഭരണാധികാരി ആയതുകൊണ്ടല്ല, ഒരു ഭിഷഗ്വരനായതുകൊണ്ടല്ല,
ഒരു നിപുണനായ എഞ്ചിനീയർ ആയതുകൊണ്ടല്ല, അള്ളാഹുവിന്റെ ഇൽമിന്റെ കൈകാര്യം നടത്തിയ മഹാത്മാവായതുകൊണ്ടാണ് ശാഫിഈ ഇമാം തങ്ങൾ ഇന്നും നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിച്ച് ജനകോടികൾക്ക് കർമ്മപഥം കാണിച്ചു കൊടുക്കുന്നതെങ്കിൽ രക്ഷിതാക്കളെ, ഇത് ചരിത്രം കേട്ട് മടങ്ങാനുള്ള വേദിയല്ല. എന്റെ മകൻ ശാഫിഈ ഇമാമിന്റെ പിൻഗാമിയാകട്ടെ, എന്റെ ഒരു മകൻ അല്ലാഹുവിന്റെ ഇൽമു പഠിക്കട്ടെ, എന്റെ ഒരു മകൻ ആത്മീയ വിജ്ഞാന മേഖലയിലേക്ക് വരട്ടെ എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമ്മുടെ മക്കളെ പറഞ്ഞു വിടാനുള്ള പ്രചോദനമായി ശാഫിഈ ഇമാമിന്റെ ചരിത്രം ഏറ്റെടുക്കുമ്പോഴേ അവതരണത്തിന് പ്രസക്തിയുള്ളൂ. അറിയുമോ ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു അങ്ങനെ മാലിക്കി ഇമാം തങ്ങളുടെ ദർസിൽ മദീനയിൽ ജീവിക്കുകയാണ്. ഗഹനമായ ചർച്ചകളാണ്, ഒരുപാട് മസ്അലകൾ അവിടുത്തെ സദസ്സിൽ വരുന്നുണ്ട്. അവിടെയെല്ലാം ഒരുപക്ഷേ മാലിക്കി ഇമാം തങ്ങൾ പറയുന്നതിൽ നിന്ന് ഒന്നുകൂടി ബുദ്ധിപരമായി പല മസ്അലകളും ശാഫിഈ ഇമാം തങ്ങൾ പറയുന്നു. വളരെ രസാവഹമായി തന്നെ കൈകാര്യം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ടവർ പരീക്ഷിക്കപ്പെടുന്നിടത്തെല്ലാം വിജയിക്കുകയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം പറയാൻ വന്നാൽ ബഹുമാനപ്പെട്ട മാലിക്കി ഇമാം റളിയല്ലാഹു അൻഹു അവിടുന്ന് 1000 നാവോടെ സംസാരിക്കുകയാണ്. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു മദീനയിലുള്ളപ്പോഴാണ് ഒരു ഇഷ്യൂ കേൾക്കുന്നത്. എന്താണെന്നല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇല്ലാത്ത പല മഹത്വങ്ങളും വേറെ അമ്പിയാക്കന്മാർക്ക് നൽകിയിട്ടുണ്ട്. അതിലുള്ള പല മഹത്വങ്ങളും നബി തങ്ങൾക്ക് വന്നിട്ടില്ല എന്ന് തോന്നുന്ന ഒരു ചർച്ചയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം തങ്ങൾ പറഞ്ഞു, മാഅത്തല്ലാഹു നബിയ്യൻ ശൈഅൻ ഇല്ലാ വഅത മുഹമ്മദൻ മാ ഹുവ അക്ബറു മിൻഹു ഔ അക്സറു മിൻ. അല്ലാഹു തആല ഏതൊക്കെ അമ്പിയാക്കന്മാർക്ക് എന്തൊക്കെ മഹത്വം കൊടുത്തിട്ടുണ്ടോ ആ മഹത്വത്തിൽ നിന്നെല്ലാം വലിയ മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. കാരണം എന്തേ? സബ്സെ അഅ്ലാ വ ഔലാ ഹമാരാ നബി, സബ്സെ ഊഞ്ചാ വ ഊഞ്ചാ ഹമാരാ നബി, ज़मीनो ज़मान तुम्हारे लिए, मकीनो मकान तुम्हारे लिए, बने दो जहां तुम्हारे लिए. പ്രപഞ്ചത്തിലെ ദലമർമരങ്ങളുടെ മുഴുവനും അതീവ രഹസ്യങ്ങളുടെ കലവറകൾ തിരിഞ്ഞു നിൽക്കുന്നത് മദീനയുടെ ഗുംബദെ ഖസ്റാഇന്റെ താഴ്വാരത്തേക്കാണ്. ലോകത്തുള്ള മഹാത്മ്യങ്ങളുടെ മകുടങ്ങൾ മുഴുവനും അതിന്റെ മുമ്പിൽ താഴുകയാണ്. എന്തിനാണ് ചന്ദ്രൻ ഉയർന്നു വന്നിട്ട് പിന്നെ അസ്തമിക്കുന്നത്? മദീനയിലെ ആകാശത്തിന്റെ മേലെ വന്ന് 2-3 ദിവസം നിൽക്കുമ്പോഴേക്ക് ചോദിക്കുകയാണ്, ചന്ദ്രനെ നിനക്ക് നാണമില്ലേ ഹബീബായ റസൂലുള്ളാന്റെ മുകളിൽ കയറി നിൽക്കാൻ? അപ്പോഴാണ് ചന്ദ്രൻ അവിടുന്ന് വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം, ഒരു നാരുപോലെ വരപോലെ ചെറുതാകുന്നതുവരെ ആ ചന്ദ്രൻ വിനയം കാണിക്കാനാണ് തിരിച്ചു പോകുന്നത് എന്ന് വളരെ വർണ്ണാഭമായി മഹാന്മാരെഴുതി വെച്ചതുപോലെ എല്ലാ മഹാത്മ്യങ്ങളുടെയും കേന്ദ്രമായ മദീനയിൽ വിശ്രമിക്കുന്ന ലോകത്തിന്റെ നേതാവ്, വിശ്വാസി കോടികളുടെ ഹൃദയത്തിലെ രാജാവായ റസൂലുള്ളാഹ് ലോകത്തിന്റെ മുഴുവനും ഹൃത്തടങ്ങൾ അനുരാഗത്തിന്റെ ആത്മീയ ഭാവങ്ങളെ ആധികാരികമായി അടയാളപ്പെടുത്തിയ പ്രണയത്തിന്റെ പ്രവാചകീയ ഭാവമായ മുഹമ്മദ് മുസ്തഫ.
പരിശുദ്ധമായ റമദാനിന്റെ ഇരവുകളിൽ മദീനയിൽ കിടന്ന് നമ്മുടെ കർമ്മങ്ങൾ നോക്കിയിട്ട് നമ്മളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ക്ഷാമത്തിൽ ദുഃഖിക്കുന്ന ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ മഹാനായ ശാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഏതൊക്കെ പ്രവാചകന്മാർക്ക് ഏതൊക്കെ മഹത്വം നൽകിയിട്ടുണ്ടോ അതിനേക്കാൾ വലുത് റസൂലുള്ളാഹിന്റെ മഹത്വമാണ്. ഫഖീല ലഹു, അപ്പ ശാഫി ഇമാമിനോട് പറഞ്ഞു, അഅതല്ലാഹു ഈസ ഇബ്നു മറിയം ഇഹ്യാ അൽ മൗതാ, ഈസാ അലൈഹിസ്സലാം മരിച്ചുപോയ ജനങ്ങളെ ജീവിപ്പിച്ചു എന്ന് ഖുർആനിലില്ലേ? അതിൽ വലുതായി വല്ലതും റസൂലുള്ളാഹിക്ക് നൽകിയിട്ടുണ്ടോ? ഇടറിയില്ല, പതറിയില്ല, പ്രമാണത്തിന് പഞ്ഞമില്ല. മഹാനവറുകൾ പറയുകയാണ്, ഹനീനുൽ ജസ്ഇ അഅ്ളമു മിൻഹു. നബിതങ്ങൾ മിമ്പറിൽ ഖുതുബ ഓതാൻ പുതിയ മിമ്പറിലേക്ക് കയറിയപ്പോൾ പഴയ മിമ്പറിന്റെ ഈത്തപ്പന മടൽ നിലവിളിക്കുന്നുണ്ട്. അത് അതിനേക്കാൾ മഹത്വമുള്ളതാണ്. ലിഅന്ന ഇഹ്യാ അൽ ഖശബതി അഅ്ളമു മിൻ ഇഹ്യാഇൽ മയ്യിതി. മരിച്ചുപോയ മനുഷ്യനെ ജീവിപ്പിക്കുന്നതിനേക്കാളും അത്ഭുതാവഹമാണ് ഈ നിൽക്കുന്ന മരങ്ങളെ കൊണ്ട് ജീവൻ കൊടുത്ത് സംസാരിപ്പിക്കുക. അപ്പ ബഹുമാനപ്പെട്ട ഈസാ അലൈഹിസ്സലാമിന് മരിച്ചുപോയവരെ ജീവിപ്പിക്കുവാനുള്ള മുഅ്ജിസത്തുണ്ടെങ്കിൽ അവിടുന്ന് അതാ ഉണങ്ങി, അവിടുന്ന് കാലം പഴക്കമുള്ള മരമാണ്. റസൂലുള്ളാഹിനോട് പറയുന്നു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്നത്തി യാ റസൂലല്ലാഹ്. നൂർ की सागर, नूर की जलका, नूर की जलवाजा. പ്രകാശത്തിന്റെ പ്രപഞ്ചത്തിൽ നിന്ന് അനുരാഗത്തിന്റെ വിശ്വരേണുക്കളെ കോടാനുകോടി ജനസഞ്ചയത്തിന്റെ ഹൃദയങ്ങൾ ഹൃത്തടങ്ങളിൽ സന്നിവേശിപ്പിച്ച് മാറ്റത്തിന്റെ മാറ്റൊലി മുഴക്കി പ്രപഞ്ചത്തിന്റെ സമവാക്യങ്ങളെ മാറ്റി എഴുതിയിട്ട് കാലാവസാനം വരെ അതിജയിക്കാനാവാത്ത ആദർശ കർമ്മ വിജയങ്ങളുടെ രാജപാതകൾ തുറന്നു തന്ന പ്രവാചക പ്രഭോ, അവിടുന്ന് വർണ്ണനയുടെ വാചകങ്ങൾക്ക് ഒതുങ്ങാത്ത വിശേഷണങ്ങൾക്ക് വിധേയപ്പെടാത്ത വാചകങ്ങളുടെ വിശാല പ്രപഞ്ചങ്ങളിൽ മെരുങ്ങി നിൽക്കാതെ പ്രപഞ്ചത്തിന്റെ മുഴുവനും ദിക്കുമുക്കുകളിലും അവിടുന്ന് പ്രണയത്തിന്റെ രേഖകൾ അടയാളപ്പെടുത്തിയ ലോകത്തിന്റെ മുഴുവനും നേതാവായ ഹൃദയത്തിലെ രാജാവായ പ്രണയത്തിന്റെ കേന്ദ്രമാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുനബിതങ്ങളുടെ വരിഷ്ഠ കീർത്തനങ്ങൾക്ക് വാചകം നെയ്യും പോലെ അവിടുന്ന് ലോകത്തൊന്നിനെ കുറിച്ചും നെയ്യാൻ കഴിയില്ല. കാരണം എന്തേ? ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. മദീനയിലെ ഗുംബദെ ഖസറാഇന്റെ രാജകീയ ഖബറു ശരീഫിൽ കിടന്ന് കോഴിക്കോട് കടപ്പുറത്തിരിക്കുന്ന ഈ ചെറു സഞ്ചയത്തിന്റെ ഹൃദയ ചലനങ്ങളെ അറിഞ്ഞിട്ട് ഇടപെടാനുള്ള അനുരാഗത്തിന്റെ കേന്ദ്രമേ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. വഅഫ്ളലുൽ ഖൽഖി അലൽ ഇത്ലാഖി നബിയുനാ ഫമിൽ അനിശ്ശിഖാഖി. ഷാഫി ഇമാമിനോട് പറയുകയാണ്, മൂസാ അലൈഹിസ്സലാമിന് അല്ലാഹു തആല കടൽ കീറിക്കൊടുത്തില്ലേ? അതിന് സമാനമായി വല്ലതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടോ? ഉടനെ ബഹുമാനപ്പെട്ട ഷാഫി ഇമാം തങ്ങൾ പറയുകയാണ്, ഫലഖുൽ ഖമരി അഅജബു മിൻഹു ലിഅന്നഹു ആയത്തുൻ സമാവിയ. അവിടുന്ന് ഭൂമിയിലെ കടലാണ് മൂസാ അലൈഹിസ്സലാമിനെ പിളർന്നു കൊടുത്തതെങ്കിൽ
മാനത്ത അമ്പിളിയാണ് മുസ്തഫായുടെ വിരൽ കൊടിക്ക് വിധേയമായി പിളർപ്പായി മാറി നിന്നത്. അതിതാ കടലിനെ പിളർക്കുന്നതിനേക്കാളും അത്ഭുതാവഹമാണ്. മൂസാ നബിയുടെ മുഅ്ജിസത്തിനെ കവച്ചു വെക്കുന്നതാണ്. وإن سألنا عن انفجار الماء من الحجر عرضناه بانفجار الماء من بين أصابعه وهذا أعجب لأن خروج الماء من الحجر معتاد وأما من اللحم والدم فأعجب. ബഹുമാനപ്പെട്ട ശാഫി ഇമാം തങ്ങൾ പറയുകയാണ്, ഏതൊക്കെ നിങ്ങൾ കൊണ്ടുവന്നാലും അതിനെയെല്ലാം അതിജയിക്കുന്ന മുഅ്ജിസാത്തുകളുടെ പ്രപഞ്ചമാണ് ഹബീബായ ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത്. അപ്പോൾ മാനത്തെ അമ്പിളിയാണ് മുസ്തഫായുടെ വിരൽ തുമ്പിന് വിധേയമായി പിളർന്നു മാറിയത്. എന്നാലോ ഇനി നിങ്ങൾ പറയുകയാണ്, അവിടുന്ന് പാറയിൽ അടിച്ചപ്പോ വെള്ളം വന്ന മുഅ്ജിസത്തുണ്ടല്ലോ, അതിന് സമാനമോ മികച്ചതോ ആയ മുഅ്ജിസത്ത് റസൂലുള്ളാഹിക്കുണ്ടോ? പേടിക്കണ്ട മോനെ, മറുപടി നമ്മുടെ പക്കലുണ്ട്. പ്രമാണത്തിന് പഞ്ഞമില്ല. فنبع من بين أصابعه الماء. റസൂലുള്ളാഹി തങ്ങളുടെ തിരുവിരലുകളുടെ ഇടയിൽ നിന്നാണ് ജലം പ്രവഹിക്കുന്നത്. വഅഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി അസാബിഇൻ നബിയിൽ മുത്തബഅ يليه ماء زمزم فالكوثر ونيل مصر ثم باقي الأنهر. കൗസർ ജലത്തെക്കാളും സംസം വെള്ളത്തെക്കാളും ആദരണീയമായ വെള്ളം ഹബീബായ റസൂലുള്ളാഹിന്റെ വിരലുകൾക്കിടയിൽ നിന്ന് ഹുദൈബിയ സന്ധിയുടെ ദിവസം ഇമാം ബുഖാരിയുടെ വിശദീകരണം. അവിടുന്ന് പാത്രത്തിലേക്ക് കൈകടത്തിയപ്പോൾ യഫൂറുൽ മാ, വെള്ളം പ്രവഹിക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹിന്റെ ഓക്ക മർത്തബാ ഹെ തേരാ, ഹബീബായ നബിയെ അവിടുത്തെയുടെ പദവി എത്ര ഉന്നതമാണ്. എല്ലാ അമ്പിയാക്കന്മാരുടെയും മുഅ്ജിസത്തുകൾ അവിടുത്തെയുടെ മുഅ്ജിസത്തിന് കീഴിലാണ് നബിയേ. അങ്ങനെ ശാഫി ഇമാം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസാത്തുകളെ അവിടുന്ന് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ റസൂലുള്ളാഹിക്ക് മേലെ ഒരാളുമില്ല. ഇങ്ങനെ എവിടെയൊക്കെയാണോ വൈജ്ഞാനികമായ രേഖകൾ അടയാളപ്പെടുത്തേണ്ടത് അവിടെ മുഴുവനും കടന്നു ചെന്ന് പരിഹാരത്തിന്റെ പ്രമാണങ്ങൾ പറയാനുള്ള പ്രാപ്തിയുള്ള നേതാവാണ് ഇമാമുന ശാഫഈ തങ്ങൾ. മദീനയിൽ കഴിയുകയാണ്. ഇടക്കാലത്ത് ശാഫഈ ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ഒരു ദിവസം കിടന്നുറങ്ങുകയാണ്. ഫറഅയ്തു ഫിൽ മനാമി റജുലൻ ദാ ഹൈബത്തിൻ യഉമ്മുൻ നാസ ഫിൽ മസ്ജിദിൽ ഹറാം ഫലമ്മാ ഫറഗ മിൻ സ്വലാത്തിഹി അഖ്ബല അലൻ നാസി യുഅല്ലിമുഹും. അവിടുന്നതാ ഒരു ദിവസം ഞാൻ ഇങ്ങനെ കിടന്നുറങ്ങുകയാണ്. പ്രൗഢിയും ഗാംഭീര്യവുമുള്ള ഒരാൾ അതാ നിൽക്കുന്നു. മസ്ജിദുൽ ഹറാമിൽ അവിടുന്ന് ഇമാമത്ത് നിൽക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് ജനങ്ങളെ അഭിമുഖീകരിച്ചു ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ്. എന്നിട്ട് അവിടുന്ന് ഫദനൗതു മിൻഹു, ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ചെന്നു. ഫഖുൽതു ലഹു അല്ലിംനി, വൈജ്ഞാനിക കേന്ദ്രമായ മസ്ജിദുൽ ഹറാമിലെ പണ്ഡിത കേസരിയായതുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്കൊന്ന് പഠിപ്പിച്ചു തരാൻ. അപ്പോൾ ഫഖറജ മീസാനം മിൻ കുമ്മിഹി ഫഅതാനി, കുപ്പായത്തിന്റെ ഉള്ളിൽ നിന്നൊരു ത്രാസ് എടുത്ത് എനിക്ക് നൽകി. ഹാദാ ലക, ഇത് മോനെ നിനക്കുള്ളതാണ്.
ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ثم استيقظ الشافعي من نومه وعرض ما رأى على رجل من المعبرين للرؤيا في مكة. ഞാൻ അങ്ങനെ എന്തു ചെയ്തു? സ്വപ്ന വ്യാഖ്യാനം നൽകുന്ന ആളുകളുടെ അടുക്കലേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു സ്വപ്നം ഞാൻ കണ്ടിട്ടുണ്ട്, ഇതിന്റെ താല്പര്യം എന്താണ്? ഉടനെ അവിടുന്ന് പറഞ്ഞു, തബ്ലുഗു വതസീറു ഇമാമൻ ഫിൽ ഇൽമി അല സബീലി വസ്സുന്നah وأما الميزان فإنك تعلم حقيقة الشيء في نفسه. മോനെ, നിന്റെ കയ്യിലേക്ക് ആ ത്രാസ് തന്നതിന്റെ, സ്കെയില് തന്നതിന്റെ സൂചന വിഷയങ്ങളുടെ നിജസ്ഥിതി അറിഞ്ഞിട്ട് നിർദ്ധാരണം നടത്തി പറഞ്ഞു കൊടുക്കാനുള്ള യോഗ്യതയുണ്ടാകും എന്നതിലേക്കുള്ള സൂചനയാണ് മോനെ. നീ വൈജ്ഞാനിക ചക്രവാളത്തിലെ ഖലീഫയാകാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശുഭസൂചന കൊടുത്തത് ഇടയിലൂടെ ശാഫഈ ഇമാം തങ്ങൾ അയവിറക്കുമ്പോൾ ഹബീബായ റസൂലുള്ളാഹിന്റെ തിരുസാന്നിധ്യത്തിലിരുന്ന ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനിൽ നിന്ന് ഹദീസ് സ്വീകരിക്കാനുള്ള നിയോഗം, കഅബാലയത്തിന്റെ മണിമുറ്റത്തിരുന്നു കൊണ്ട് വൈജ്ഞാനിക ചർച്ചകളുടെ സാരഥ്യം വഹിക്കാനുള്ള നിയോഗം കാണുമ്പോഴേക്ക് സ്വീകാര്യതയുടെ പ്രൗഢി നിറഞ്ഞ മുഖഭാവം, നല്ല അഭിമാനമുള്ള വേഷം ധരിച്ചിറങ്ങുമ്പോഴേക്ക് രാജാവിനെ തോൽപ്പിക്കുന്ന ശരീരഭാവം വർണ്ണിക്കാനാകില്ലെന്ന് റബീഅ റളിയല്ലാഹു അൻഹു എന്ന ശിഷ്യൻ പറയുന്ന തേജസ്വി. ഇങ്ങനെ അവിടുത്തെ രൂപലാവണ്യത്തിന്റെയും മഹിതഭാവങ്ങളുടെയും വർണ്ണാഭമായ ചിത്രങ്ങളെ ഈ വേദിയുടെ പ്രഭാഷണ ചാരുതയ്ക്കിടയിലൂടെ കടത്താൻ പ്രയാസമുണ്ടെങ്കിലും ആ മഹാനായ ശാഫഈ ഇമാം റളിയല്ലാഹു അൻഹു അതാ തികവോടെ മികവോടെ പ്രകാശം പൊഴിച്ച് മക്കയിൽ നിന്ന് മദീനയിലെത്തി. അവിടുന്ന് വൈജ്ഞാനിക നിധികുംഭാരങ്ങളെ സ്വായത്തമാക്കിയിട്ട് നിലകൊള്ളുന്നു. ഒന്ന് ചൊല്ലാമല്ലോ, മലഅതാത്വിബഖല്ലർളി ഇൽമൻ വഹിക്മതൻ കഅംബാഇ മൗലാനൻ നബി മുഹമ്മദി. ഓ റസൂലുള്ളാഹിന്റെ സുവിശേഷം പോലെ പ്രപഞ്ചമാകമാനം വൈജ്ഞാനിക കൈവഴികളെ ഒരുക്കിയിട്ട് നോക്കിയിരിക്കുന്ന നേതാവേ, ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു മദീനയിലെ പർണശാലയിൽ നിന്ന് പരിജ്ഞാനത്തിന്റെ സമവാക്യങ്ങൾ ഏറ്റുവാങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആധ്യാത്മികതയുടെ നിധിയും മധുവും നുകർന്ന് പുതിയൊരു വൈജ്ഞാനിക മുന്നേറ്റത്തിന്റെ വഴിയിലാണ്. അവിടത്തേക്ക് മുമ്പും കർമ്മശാസ്ത്ര വിശാരദന്മാരുണ്ടെങ്കിലും ബഹുമാനപ്പെട്ടവരാണ് അവ്വലു മൻ ദവ്വന ഉസൂലുൽ ഫിഖ്. ഉസൂലുൽ ഫിഖിനെ ആദ്യമായി അവിടുന്ന് മഹാനവറുകളാണ് പറഞ്ഞു തരുന്നത്, ക്രോഡീകരിക്കുന്നത്. ആ ശാഫഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ബുദ്ധിവൈഭവമോ ആര് ചോദിച്ചാലും അവിടുന്ന് ബുദ്ധിപരമായ ചോദ്യങ്ങൾക്ക് മുഴുവനും പ്രചണ്ഡമായ മറുപടി പറഞ്ഞു കൊടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട മാലികി ഇമാം തങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ വരുന്നു. ഒരു ത്വലാഖിന്റെ മസ്അലയും ചോദിച്ചുകൊണ്ടാണ് വരുന്നത്. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഒരാപ്പിൾ എൻ്റെ വായിലിരിക്കുകയാണ്. ഞാൻ അവിടുന്ന് പറഞ്ഞു, ഇത് വിഴുങ്ങിയാൽ, ഇത് കഴിച്ചാൽ നിന്റെ തലാഖാണ്, ഇത് കളഞ്ഞാലും തലാഖാണ്. എന്തു ചെയ്യണമെന്നറിയുന്നില്ലല്ലോ. ഇങ്ങനെ ഒരു മസ്അലയുടെ നിർദ്ധാരണം നടത്താൻ പണ്ഡിത ലോകം ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇയാളോട് എന്താ മറുപടി പറയേണ്ടത്? ആപ്പിള് വായിൽ വെച്ചിട്ട് ഇത് തിന്നാലും തലാഖാണ്, കളഞ്ഞാലും തലാഖാണ്. ശാഫി ഇമാമിന്റെ മുമ്പിലേക്ക് വന്നു. ധിഷണയുടെ കൂർമ്മത കൊണ്ട് ബഹുമാനപ്പെട്ടവര് പറയുകയാണ്,
നീ പകുതി തിന്നിട്ട് പകുതി അങ്ങ് കളഞ്ഞോ, നിനക്ക് തലാക്ക് പോവുകയില്ല. ഇത് ചരിത്രത്തിൽ വന്നതിന് ശേഷം എടുത്തുദ്ധരിക്കുമ്പോൾ നമുക്ക് ലളിതമാണ്. പക്ഷേ ആദ്യമായി പറയുന്നതിന് ബുദ്ധി ചെറുതല്ല വേണ്ടത്. ഈ നിലയിൽ നൂറുകണക്കിന് മസ്അലകൾ മഹാനവറുകളുടെ മുമ്പിൽ വരുന്നു. എല്ലാം പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ വെച്ച് പറയുകയാണ്. ബഹുമാനപ്പെട്ട ശാഫഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ശാഫഈ ഇമാം റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്നിട്ട്, ബഹുമാനപ്പെട്ട മാലികി ഇമാം റളിയല്ലാഹു അൻഹുവിനോട് വന്നിട്ട് പറയുകയാണ്, അല്ലയോ ഉസ്താദ് അവറുകളെ, യാ അബാ അബ്ദില്ലാ ഇന്നി റജുലുൻ നബീഉൽ ഖുംരി നൗഉൻ മിനൽ ഹമ്മാം وإني بعث اليوم قمريا فلما كان العشي أتاني المشتري. ഞാൻ ഒരുവിധം പ്രാക്കുഞ്ഞിനെ വിൽക്കുന്നയാളാണ്. ഇന്ന് വിറ്റു, വൈകുന്നേരം വാങ്ങിയ ആള് വന്നു. എന്നിട്ടത് ശബ്ദമുണ്ടാക്കുന്നില്ല എന്ന് പരാതി പറഞ്ഞു. ഫതശാജർതു അനാ വഹുവ ഇലാ അൻ ഹലഫ്തു ബിത്തലാഖി അന്ന ഖുംരി മാ യഹ്ദഉ മിനസ് സബാഹ്. അത് ശബ്ദം നിർത്തിയില്ലെങ്കിൽ, ശബ്ദിച്ചില്ലെങ്കിൽ അവിടുന്ന് ത്വലാഖ് എന്ന് ഞാൻ പറഞ്ഞു. അത്രയും കർക്കശമായി ഞാൻ ബെറ്റുവെച്ചു. എന്തു ചെയ്യാനാണത്? മിണ്ടുന്നില്ലല്ലോ. ഉടനെ ബഹുമാനപ്പെട്ട ശാഫി ഇമാം റളിയല്ലാഹു അൻഹു ഉള്ള മജ്ലിസിൽ നിന്ന് മാലികി ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്തിനാണ് മോനെ അതൊക്കെ പറയാൻ പോയത്? നിന്റെ ഭാര്യയോടുള്ള തലാഖ് അതാ കഴിഞ്ഞു. വലാ സബീല ലക അലൈഹാ ഫൻസറഫ അർറജുലു ഹസീനൻ മഗ്മൂമാ. ദുഃഖിതനായി അയാളങ്ങ് പോയി. എന്ത് ചെയ്യാനാണ്? എൻ്റെ ഭാര്യയുടെ തലാഖ് പോയല്ലോ. ഫഖാമ ഇലൈഹി ശാഫിഈ. ശാഫി ഇമാം തങ്ങൾ അങ്ങോട്ട് എഴുന്നേറ്റ് ചെന്നു. വന്ന് 14 വയസ്സേ ഉള്ളൂ. അഇദ് അലയ്യ മസ്അലതക ഫഅആദഹാ. ഒന്നുകൂടി ഒന്ന് പറഞ്ഞേന്ന് പറഞ്ഞു. അപ്പോൾ ബഹുമാനപ്പെട്ടവർ ചോദിക്കുകയാണ്, അത് കൂടുതൽ സമയം കരഞ്ഞിട്ടാണോ, അഥവാ അതിൻ്റെ ശബ്ദമുണ്ടാക്കുന്ന പ്രായം ദീർഘകാലം ഉണ്ടായിരുന്നോ? ഇല്ലേ, ഉണ്ടായിരുന്നു എന്നുള്ള മറുപടി പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ശാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫലാ ശൈഅ അലൈക, ഒരു പ്രശ്നവും ഇല്ല, നിന്റെ ഭാര്യയുടെ തലാഖായിട്ടില്ല. മാലികി ഇമാം തങ്ങൾ പറഞ്ഞു ത്വലാഖായെന്ന്. ശിഷ്യനായ 14കാരനായ ശാഫി ഇമാം തങ്ങൾ പറഞ്ഞു തലാഖ് പോയിട്ടില്ല എന്ന്. ഉടനെ മസ്അല കിട്ടിയാള് ഉസ്താദ് പറഞ്ഞതിൻ്റെ അപ്പുറമാണല്ലോ ഈ ചെറിയ കുട്ടി എന്ന നിലക്ക് ഇമാം അവറുകളുടെ അടുക്കലേക്ക് മടങ്ങി വരുന്നു. അന്നത്തെ ഉസ്താദുമാരോ പണ്ഡിതന്മാരോ പറഞ്ഞ മസ്അലകൾ അവിടുന്ന് വീക്ഷണത്തിന് സ്വാതന്ത്ര്യമില്ലാത്തവരല്ല, അല്ലെങ്കിൽ കടുംപിടുത്തം പിടിച്ച് സത്യത്തിന് മറപിടിക്കുന്നവരല്ല, സ്വതന്ത്രമായി അന്വേഷണത്തിന് നിലകൊള്ളുന്നവരാണ്. ഷാഫി ഇമാമിനോട് ചൂടായില്ല. ഷാഫി ഇമാമിനെ വിളിക്കുന്നു, യാ ഗുലാം ബല്ലിഗ്നി അൻക, മോനെ അവിടുന്ന് എന്നോടൊന്ന് പറഞ്ഞു തന്നേ, നീ കൊടുത്ത മസ്അലയുടെ താല്പര്യം എന്താണ്? ഞാൻ പറഞ്ഞതിനെതിരാണല്ലോ നീ പറഞ്ഞ ഫത്വ. ഫമിൻ ഐന ഹാദാ. അപ്പോൾ പറഞ്ഞു, ഞാൻ ചോദിച്ചു, ആ പ്രാവ് ദീർഘകാലം അവിടുന്ന് കുറുകിയിട്ടാണോ കരഞ്ഞിട്ടാണോ അത് ഇപ്പോൾ നിശബ്ദമായത്? അതേ ആണെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ചോദ്യമാണ്, മൽ ഫായിദതു ഫീ സുകൂതിഹി വസിയാഹിഹി, നിശബ്ദമായതും ശബ്ദം വെച്ചതിൻ്റെയും ഇടയിൽ എന്തിനാണ് മോനെ ആലോചിക്കുന്നത്? ഉടനെ ഷാഫി ഇമാം തങ്ങൾ പറയുകയാണ്, لأن النبي صلى الله عليه وسلم قال لفاطمة بنت قيس, ഫാത്തിമത്ത് ബിൻത് ഖൈസിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബൂജഹം എന്ന് പറയുന്ന അല്ലാ യളഉ അസാഹു അൻ ആതിഖിഹി, റജുലുൻ ലാ യളഉ അസാഹു അൻ ആതിഖിഹി,
പിരടിയിൽ നിന്ന് വടി താഴെ വെക്കാത്തയാളാണ് എന്നാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. വഖദ് അലിമ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന അബാ ജഹ്മിൻ യഅകുലു വയനാമു വയസ്തരീഹു. എപ്പോഴും വടി തോളിലിട്ട് നടക്കുന്നയാളാണെന്ന് അബൂജഹമിനെ കുറിച്ച് റസൂലുള്ള പറഞ്ഞു. ആ നബിതങ്ങൾക്കറിയാം അയാൾ ഉറങ്ങുമ്പോൾ ഉണ്ടാകൂലാന്ന്. അതുപോലെ തന്നെ കിടക്കുമ്പോൾ തോളിൽ വടിവെക്കില്ലെന്ന്, വിശ്രമിക്കുന്ന സമയത്തും വെക്കില്ലെന്ന്, അതുപോലെ ഭക്ഷണം കഴിക്കുന്ന സമയത്തും വെക്കില്ലെന്ന്. വഖാല ദാലിക അലൽ മജാസി, അലങ്കാരമെന്ന നിലക്കാണ് എപ്പോഴും വടി തോളിലുള്ള ആളെന്ന് നബിതങ്ങൾ പറഞ്ഞതിൻ്റെ താല്പര്യം ഭൂരിപക്ഷം സമയത്തും അവിടുന്ന് ഉണ്ടാകുമെന്നാണ്. അതുപോലെ അറബികൾ ഭൂരിപക്ഷം സമയത്തും ഉപയോഗിക്കുന്നതിന് മൊത്തം എന്ന പ്രയോഗം നടത്താറുണ്ട്. ആ നിലയ്ക്ക് ഇയാള് കരയുന്ന പ്രാവാണെന്ന് പറഞ്ഞത് അതിൻ്റെ ഭൂരിപക്ഷ സമയത്തേക്ക് നോക്കിയിട്ടാണെന്ന് നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. അതനുസരിച്ചുകൊണ്ടാണ് ഞാൻ അയാളോട് ചോദിച്ചത്, അതിൻ്റെ ദീർഘസമയവും അത് കരഞ്ഞതാണോ കരയാത്തതാണോ? ദീർഘസമയവും അത് കരഞ്ഞതാണെന്ന് മറുപടി കിട്ടിയപ്പോൾ റസൂലുള്ളാഹിന്റെ ഈ ഹദീസിൽ നിന്ന് എനിക്കതിന് മറുപടി കിട്ടി. മാലിക് ഇമാം തങ്ങൾ അത്ഭുതത്തോടെ ആ ശിഷ്യനെ ആദരിക്കുന്നു, ശിഷ്യനെ അംഗീകരിക്കുന്നു, ബുദ്ധിവൈഭവം വകവെച്ചു കൊടുക്കുന്നു. ഇതുപോലെ മാലിക് ഇമാമിന്റെ മുമ്പിൽ വന്ന മസലകളെയും ഉസ്താദുമാരുടെ മുമ്പിൽ വന്ന ചർച്ചകളെയും അവസാനം ഷാഫി ഇമാമിലേക്ക് തിരിച്ചുവിട്ടതായി പല സംഭവങ്ങളും ഇമാമുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എല്ലാ ഇമാമുകളും, 4 മദ്ഹബിന്റെ ഇമാമുകളും ധിഷണ കൊണ്ട് മുന്നിലാണ്, ഓർമ്മശക്തി കൊണ്ട് മുന്നിലാണ്, വൈജ്ഞാനിക പഠന പർവം കൊണ്ട് മുന്നിലാണ്. അങ്ങനെയുള്ള നേതാക്കന്മാരാണ് അഇമ്മത്തുൽ മദാഹിബിൽ അർബഅ. അതുകൊണ്ടാണ് 1000 കൊല്ലത്തെ മുസ്ലിം ലോകത്തിന്റെ ചരിത്രത്തിൽ 4 മദ്ഹബിനെ അംഗീകരിക്കാത്ത ഒരു പണ്ഡിതനെയും കാണാനില്ല. ബിദ്അത്തിന്റെ അമരത്തുള്ള പണ്ഡിതന്മാര് പോലും ഏതോ ഒരു മദ്ഹബിലേക്ക് ചേർത്ത് വായിക്കപ്പെടുന്നവരാണ്. സമയം വൈകുന്നത് കൊണ്ട് ഇന്ന് ദീർഘിപ്പിക്കുന്നില്ല. ശാഫി ഇമാമിന്റെ ജീവിതത്തിലെ ആ മുഖത്തിലേക്കേ നമ്മൾ കടന്നിട്ടുള്ളൂ. അള്ളാഹു അനുഗ്രഹിച്ചാൽ നാളെയും തുടർന്നും ഷാഫി ഇമാമിന്റെ കൂടെ ചെലവഴിക്കാം. അവിടുത്തെയുടെ അനുഗ്രഹീത വൈജ്ഞാനിക പഠനങ്ങളെയും ചർച്ചകളെയും കറാമത്തുകളെയും കവിതകളെയും രചനകളെയും രസനകളെയും അവിടുത്തെയുടെ ചർച്ചാ സദസ്സിലെ ഗാംഭീര്യത്തെയും ഒക്കെ നമുക്ക് പറയാം. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഇന്ന് നമുക്ക് പര്യവസാനം കുറിക്കാം. നാളെ ഇൻഷാ അല്ലാഹ് നേരത്തെ തന്നെ നമ്മുടെ സദസ്സ് തുടങ്ങണമെന്നുണ്ട്. എല്ലാവരും നേരത്തെ എത്തണം. ഇന്നൊരൊറ്റ കാര്യം കൂടി പറയട്ടെ. ബഹുമാനപ്പെട്ട ശാഫഈ ഇമാം റളിയല്ലാഹു അൻഹു അവിടുത്തെയുടെ ജീവിതം മുഴുവനും ആധ്യാത്മികതയുടെ തലത്തിലാണ്. എല്ലാം ഹബീബിനോട് ബന്ധപ്പെട്ടതാണ്, അഹ്ലുബൈത്തിനോട് ബന്ധപ്പെട്ടതാണ്. റസൂലുള്ളാഹിന്റെ കുടുംബത്തോട് പ്രണയം വെച്ചുകൊണ്ടല്ലാതെ ഒരിമാമിനും ഒരു ജീവിതവുമില്ല. നമ്മൾ അബൂ ഹനീഫ ഇമാം തങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴും റസൂലുള്ളാഹിനോടുള്ള പ്രണയമല്ലേ പറഞ്ഞത്? മാലിക് ഇമാമിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ഹബീബിനോട് ചേർത്തിട്ടല്ലേ പറഞ്ഞത്? അല്ലാതെ ലോകത്തൊരു പ്രമേയവുമില്ല. നമുക്കൊന്ന് എഴുന്നേറ്റൊരു 5 മിനിറ്റ് അടുത്ത് നിൽക്കാമല്ലോ. ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് ദുആ ചെയ്യാമല്ലോ. ഇത് ബഹുമാനപ്പെട്ട ഫളിൽ ജിഫ്രി തങ്ങളുടെ പേരിലുള്ള നഗരിയാണ്. അഹ്ലുബൈത്തിന്റെ മെമ്പറാണ്. നമ്മുടെ പ്രാസ്ഥാനിക രംഗത്ത് അമരത്തുനിന്ന് നേതൃത്വം നൽകിയവരാണ്. ഇന്ന് ചാരത്തുകിടന്ന നമ്മുടെ മജ്ലിസിനെ അറിയുന്നവരാണ്. അവിടുത്തെയുടെ മക്കൾ ഇന്ന് നമ്മളോടൊപ്പം ദീനീ സേവനത്തിനുള്ളവരാണ്. ഇമാമുന ശാഫഈ തങ്ങളുടെ 86ഓളം വരികൾ
അത് മുഴുവനും ഹബീബ് റസൂലുള്ളാഹിന്റെ അഹ്ലു ബൈത്തിന് വേണ്ടി നീക്കിവെച്ചതാണ്. അതുകൊണ്ടല്ലേ മഹാനവറുകൾ റസൂലുള്ളാഹിന്റെ കുടുംബത്തെ എതിർത്തവർക്കെതിരെ ശക്തമായി ധ്വജമെടുക്കുന്നു, ശക്തമായി പടക്കളത്തിലിറങ്ങുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, യുസല്ലി അലൽ മബ്ഊസി മിൻ ആലി ഹാഷിമി, ഹബീബായ നബി തങ്ങളുടെ മേൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, എന്നിട്ട് അവിടുത്തെയുടെ മക്കളോട് നിങ്ങൾ പൊരുതുന്നുമുണ്ട്. ഇന്നദാലജീബൂ, അതത്ഭുതം തന്നെ. ലഇൻ കാന ദംബി ഹുബ്ബു ആലി മുഹമ്മദി, റസൂലുള്ളാഹിനോടുള്ള കുടുംബത്തോടുള്ള പ്രണയമാണ് എന്റെ പാപമെങ്കിൽ ഫദാലിക ദംബുൽ ലസ്തു അൻഹു അതൂബു, ആ പാപത്തിൽ നിന്ന് ഞാൻ തൗബ ചെയ്യുന്നില്ല, ആ കുറ്റത്തിൽ നിന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നില്ല. ഞാൻ റസൂലുള്ളാഹിന്റെ കുടുംബത്തെ പ്രണയിക്കുകയാണ്. ഹും ശുഫാഇ യൗമ ഹശ്രി വ മൗഖിഫി, അന്ത്യനാളിൽ എന്റെ ശിപാർശകരാണവർ, പടച്ചവന്റെ കോടതിയിൽ എന്നെ കൈപിടിക്കേണ്ടവരാണവർ. അല്ലാഹുവിന്റെ ഹബീബിന്റെ കുടുംബം എന്റെ പ്രതീക്ഷയുടെ കവാടമാണ്. മുഅ്മിനീങ്ങളെ, റമളാനിന്റെ രാത്രിയിൽ ആത്മീയതയുടെ വെളിച്ചം ഹൃദയത്തിലേക്ക് പകർന്നെടുക്കാനുള്ള ഈ ഇരവകലുകളിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്, റസൂലുള്ളാഹിനോട് ബന്ധം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹിന്റെ കുടുംബത്തോട് ബന്ധപ്പെട്ടിട്ടാണ് ശാഫിഈ ഇമാമിന്റെ ചർച്ച മുഴുവനും. റഅയ്തുൽ ബാരിഹത ഫീമാ യറൻ നായിമു കഅന്നി ഖായിദുൻ ഫീ സൂഖിത് തവാഫി ഫൈദാ ബിഅലി ഇബ്നു അബീ ത്വാലിബ് ഖദ് അഖബല فقمت إليه فعانقته وعانقني وصافحته وصافحني وخلع خاتمه من إصبعه وجعله في إصبعي. ഞാൻ ഇന്നലെ രാത്രി കിടന്നുറങ്ങുകയായിരുന്നു. അപ്പോൾ സൂഖുത്ത് തവാഫിലിരിക്കുന്നത് പോലെ ഞാൻ കാണുകയാണ്. അപ്പോഴതാ വരുന്നു വൈജ്ഞാനിക സാമ്രാജ്യത്തിന്റെ കവാടമായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളാണ്. ഫഖുംതു ഇലൈഹി, ഞാൻ ആ അലിയാര് തങ്ങളുടെ അടുക്കലേക്ക് നടന്നു ചെന്നു. അനഖനി, എന്നെ ആലിംഗനം ചെയ്തു, ഞാൻ ആലിംഗനം ചെയ്തു, ഞാൻ ഹസ്തദാനം നടത്തി, അവിടുന്ന് തിരിച്ചും തന്നു. وخلع خاتمه من إصبعه وجعله في إصبعي, അവിടുത്തെയുടെ കയ്യിൽ കിടന്ന മോതിരം ഊരി എന്റെ കയ്യിൽ ഇട്ടു തന്നു. അപ്പോൾ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം നന്നായി അറിയുന്ന പണ്ഡിതൻ മറുപടി പറയുകയാണ്, അമ്മൽ മുആനഖതു ലിഅലിയിൻ ഫഹിയ നജാതു മിനന്നാർ. അലി റളിയല്ലാഹു അൻഹുവിന്റെ ആലിംഗനത്തിന്റെ താൽപര്യം നരകത്തിൽ നിന്നുള്ള മോചനമാണ്. വഅമ്മൽ മുസാഫഹതു ഫഹിയൽ അമാനു യൗമൽ ഹിസാബ്. അവിടുന്ന് മുസാഫഹത്ത് ചെയ്തതിന്റെ താൽപര്യം പരലോകത്ത് രക്ഷയില്ല, രക്ഷയുണ്ട്, ശിക്ഷയില്ല, ഹിസാബിൽ നിന്ന് രക്ഷയുണ്ടെന്നാണ്. وأما الخاتم الذي جعله في إصبعك فإن صحت رؤياك, മോനെ കയ്യിലേക്ക് ഇട്ടുതന്ന ആ മോതിരമുണ്ടല്ലോ, അലി റളിയല്ലാഹു അൻഹുവിന്റെ നാമം എത്തിയിടത്തെല്ലാം നിന്റെയും പേരും പ്രശസ്തിയും എത്തുമെന്നതിന്റെ സൂചനയാണ്.
അങ്ങനെ മുന്നറിയിപ്പുകളുടെ പ്രവാഹത്തിൽ ലോക വൈജ്ഞാനികതയുടെ അമരത്തേക്ക് കടന്നു വന്ന ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു അവസാനം നിൽക്കുന്നത് എവിടെയാണ്? വഫാത്ത് പറയുമ്പോ വിശദീകരിച്ചോളാം. ഇപ്പോഴവിടേക്ക് കിടക്കുന്നില്ലെങ്കിലും ജഅൽതു റജാഇ നഹ്വ അഫ്വിക സുല്ലമാ, അല്ലാഹുവിലേക്ക് പ്രതീക്ഷ വെച്ച് നിൽക്കുമ്പോ ശാഫിഈ ഇമാം തങ്ങൾ പറയുന്നു, ലാ തൽഅബ് ബിദ്ദുആ, മോനെ ദുആ കൊണ്ട് കളിക്കാൻ പാടില്ല. അത് വഅലിന് ശേഷമുള്ള ചടങ്ങല്ല, അത് ഹൽഖയ്ക്ക് ശേഷമുള്ള ജാടയല്ല, അത് ഏതെങ്കിലും സ്ഥലത്ത് വെറുതെ ഫിറ്റ് ചെയ്തതല്ല. ദുആ എന്നത് മലിക്കുൽ മുലൂക്കായ റബ്ബിനോട് അടിമയുടെ ബന്ധമാണ്. ഇന്ന് ദുആഇന്റെ പ്രാധാന്യം കുറച്ചു കാണുന്ന കാലമാണ്. ദുആ നീളുമ്പോഴേക്ക് അസ്വാരസ്യമടയാളപ്പെടുത്തുന്ന കാലമാണ്. അത് എന്റെയും നിങ്ങളുടെയും ഈമാനിന്റെ കുറവാണ്. കാരണം അൽ ഖൗഫു മിനൽ ജലീൽ വൽഇസ്തിഅദാദു ലിയൗമിർ റഹീൽ, അല്ലാഹുവിലേക്കുള്ള ഭയവും പരലോകത്തേക്ക് യാത്ര ചെയ്യാനുള്ള മുന്നൊരുക്കവുമായി നമ്മുടെ ജീവിതം മുന്നോട്ട് പോയാൽ അല്ലാഹുവിലേക്ക് ചേരാനുള്ള വഴിയാണ് അദ്ദുആ. അതുകൊണ്ട് ദുആ കൊണ്ട് കളിച്ചുകൂടാ. ദീവാനു ശാഫിഈയിൽ ഈ ആശയം വിശദീകരിക്കുന്ന നിരവധി വരികൾ നമുക്ക് ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങളിൽ വായിക്കാം. അല്ലാഹു ഇമാമുകളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഈമാൻ സലാമത്താക്കി തരട്ടെ. റസൂലുള്ളാഹിനോട് അങ്ങേയറ്റത്തെ പ്രണയം തരട്ടെ. ഒരുപാട് തവണ രാത്രി എങ്ങനെ കിടന്നുറങ്ങുമ്പോൾ റസൂലുള്ളാഹിന്റെ പ്രകാശിക്കുന്ന മുഖം കാണാനും അവസാനം അവിടുത്തെ പ്രസന്ന മുഖം കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. लगाओ गज गज के है तेरे आका पे पढ़ो सारे दुरूद रज रज के है या रसूल अल्लाह दा नारा लगाओ गज गज के गज गज के है या रसूल अल्लाह दा. ഇസ്ലാമിക സീഡികളുടെ വിപുലമായ ശേഖരം ഫ്യൂച്ചർ ഗ്രൂപ്പ് ആൻഡ് മദീന മീഡിയ, ബർക്കസ് കോംപ്ലക്സ്, ബാബർ റോഡ്, കോഴിക്കോട്. ഫോൺ 9995997778 9605999900 944 7351 432.